ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമൻ ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മധ്യമചരിതത്തിലെ ആദ്യത്തെ അധ്യായം മഹിഷാസുര സൈന്യവധം. അതിൽ നമ്മളൊരു 30 ശ്ലോകങ്ങൾ പഠിച്ചു. 37 ശ്ലോകങ്ങളോളം പഠിച്ചു. അവിടെ അതിലെന്താ പറഞ്ഞത്? ദേവി, അതായത് എല്ലാ ദേവന്മാരുടെയും ശക്തിയെ കൊണ്ട് ഒരു സ്ത്രീരൂപമായി ആ സ്ത്രീരൂപത്തിന് എല്ലാ ദേവന്മാരും അവരവരുടെ ആയുധങ്ങളും ആഭരണങ്ങളും എല്ലാം കൊടുത്ത് യുദ്ധം ചെയ്യാനുള്ള സന്നദ്ധയാക്കി ദേവിയെ. അപ്പം ഈ മഹിഷാസുരനെ കൊല്ലണം, അതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് ദേവി. അങ്ങനെ ദേവി ആ ദേവിയുടെ രൂപമായി വന്നു കഴിഞ്ഞപ്പം ആ മഹിഷാസുരൻ ആ ദേവിയെ കണ്ടു. അത് കണ്ടതെങ്ങനെയാണ്? ദേവിയുടെ ഈ ആഭരണങ്ങളും സമ്മാനങ്ങളെല്ലാം കിട്ടിയ ദേവി സന്തോഷം കൊണ്ട് ഒരു ഗർജനം ചെയ്തു, ഒരു അട്ടഹാസം, ഒരു ശബ്ദമുണ്ടാക്കി, വലിയ ഒച്ചയിൽ. ആ ശബ്ദം കൊണ്ട് എന്തു ചെയ്തു? അതിഘോരമായ അട്ടഹാസം കൊണ്ട് ആകാശം മുഴുവൻ നിറഞ്ഞു. അതുപോലെ ആ ഒച്ച കേട്ട് പ്രതിധ്വനി ഉണ്ടായി. പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാറ്റൊലി ഉണ്ടായി. ആ ദേവി പിന്നെ എന്തു ചെയ്തു? എല്ലാ ലോകങ്ങളും ക്ഷോഭത്തെ പ്രാപിച്ചു ആ ശബ്ദം കൊണ്ട്, ദേവിയുടെ ആ ഒരു ശബ്ദം കൊണ്ട് തന്നെ. പിന്നെ സമുദ്രങ്ങളെല്ലാം ഇളകി, ഭൂമി വിറച്ചു, എല്ലാ പർവ്വതങ്ങൾക്ക് ഇളക്കം തട്ടി. അങ്ങനെ എല്ലാ ലോകം മുഴുവൻ വിറച്ചു എന്നർത്ഥം. അങ്ങനെ ദേവി ഒരു വാഹനത്തിൻ്റെ മുകളിൽ കയറി. സിംഹം എന്ന വാഹനം ആരാണ് കൊടുത്തത്? ഹിമാലയ പർവ്വതം ദേവിക്കൊരു വാഹനത്തെ കൊടുത്തായിരുന്നു, ഒരു സിംഹം. ആ സിംഹത്തിൻ്റെ മുകളിൽ കയറി സിംഹവാഹിനിയായിട്ട് ആരോഹണം ചെയ്തിട്ട് എന്നർത്ഥം ചെയ്തിരിക്കുന്ന ആ ഭഗവതിയെ കണ്ടിട്ട് ദേവന്മാർ ദേവി ജയ 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 എന്നിങ്ങനെ പേരി മുഴക്കി ദേവിയെ ജയ ജയ പറഞ്ഞ് ഘോഷിച്ചു. മുനികൾ എല്ലാവരും ഭക്തി കൊണ്ട് വണക്കത്തോടുകൂടിയ ശരീരം, അതായത് തലകുനിച്ച് കൈകൾ കൂപ്പി ദേവിയെ സ്തുതിച്ചു. പിന്നെ ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർ 3 ലോകങ്ങളും ഇളകിയിരിക്കുന്നത് കണ്ടിട്ട് എല്ലാ സൈന്യങ്ങളെയും സജ്ജമാക്കി യുദ്ധത്തിനായിട്ട് വന്നു. അതിൽ മഹിഷാസുരൻ, ഈ ശബ്ദം എന്താണ്? കിം ഇതെന്ത് എന്നിങ്ങനെ ക്രോധാകുലനായി മഹിഷാസുരൻ പറയുകയും എല്ലാ അസുര സൈന്യങ്ങളോടും കൂടി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി പാഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പാഞ്ഞെടുത്ത ആ ദേവിയെ മഹിഷാസുരൻ കണ്ടു. ദേവിയുടെ സ്വരൂപം 3 ലോകത്തും ശോഭ കൊണ്ട് വ്യാപിച്ചിരുന്നു. ഭൂമിയിൽ ചവിട്ടിയിരുന്ന ചരണാരവിന്ദങ്ങൾ കൊണ്ട് ഭൂമി ദേവി ഒന്ന് ചവിട്ടിയപ്പം തന്നെ ആ ഭൂമി താഴ്ന്നു പോയിരുന്നു. ഇത്രയും പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്.
അല്ലേ? പാദാക്രാന്തിയാ നദഭുവം കിരീടോ ലിഖിതാംബരാം, അമ്പരം മുഴുവനും ഉല്ലിഖിതമായി എന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇന്നത്തെ ഭാഗം ആദ്യം ഒന്ന് വായിക്കാം. ആദ്യം പഴയ പുസ്തകത്തിലാണ് വായിക്കുന്നത്. പഴയ പുസ്തകത്തിൽ രണ്ട് ലൈനായിട്ട് 32 അക്ഷരം വരുന്ന 2 ലൈനായിട്ടുള്ള ശ്ലോകമാണ് അത്. പഴയ പുസ്തകമുള്ളവർ ഇപ്പോൾ വായിക്കുന്നത് കേൾക്കുക. അപ്പം നിങ്ങൾക്കും വായിക്കാൻ ഈസി ആവുകൊണ്ടാണ്. ക്ഷോഭിതാശേഷപാതാളാം ധനുർജ്യാനിസ്വനേന താം ദിശോ ഭുജസഹസ്രേണ സമന്താൽവ്യാപ്യ സംസ്ഥിതാം തത പ്രവവൃതേ യുദ്ധം തയാ ദേവ്യാസുരദ്വിഷാം ശസ്ത്രാസ്ത്രൈർബഹുതാ മുക്തൈഃ ആദീപിത ദിഗന്ധരം. മുക്തൈരാദീപിത ദിഗന്ധരം ഒന്നിച്ചും പറയാം. महिषासुरसेनानीः चिक्षुराख्यो महासुरः युयुधे चामरश्चान्यै चतुरङ्गबलान्वितः रथानामयुतैः षड्भिरुदग्राख्यो महासुरः अयुध्यतायुतानां च सहस्रेण महाहनुः पञ्चाशल्भिश्च नियुतैरसिलोमा महासुरः अयुतानां शतैः षड्भिर्बाष्कलो युयुधे रणे गजवाजिसहस्रौकैरनेकैः परिवारितः वृतो रथानां कोट्या च യുദ്ധേ തസ്മിൻ അയുധ്യത. ഇവിടെ ക്ഷോഭിത അശേഷ പാതാള മുഴുവനും ധനുഹു ജാനിസ്വനേന, ധനു വില്ലാണ്, വില്ലുവിൻ്റെ ജാനിസ്വനം, ഞാണിൻ്റെ മാറ്റൊലി, ആ സ്വരം, ആ ശബ്ദം കേട്ടിട്ട് അതാണ് ധനുഹു ജാ നിസ്വനേന, ധനുർജാനിസ്വനേന എന്ന്. ശസ്ത്രാസ്ത്രൈർബഹുത മുക്തൈഃ ആദീപിത ദിഗന്ധരം, മുക്തൈരാദീപിത ദിഗന്ധരം. ചാമരഃ ച അന്യൈഃ ചതുരംഗബലാന്വിതഃ, ചാമരശ്ചാന്യൈശ്ചതുരംഗബലാന്വിതഃ. ചാമരഃ ച അന്യൈഃ ചതുരംഗബലാന്വിതഃ, ചാമരശ്ചാന്യൈശ്ചതുരംഗബലാന്വിതഃ. രഥാനാം അയുതൈഃ ഷഡ്ഭിഃ ഉദഗ്രാഖ്യോ, ഷഡ്ഭിരുദഗ്രാഖ്യോ. അയുധ്യതായുതാനാം പഞ്ചാശൽഭിശ്ച നിയുതൈഃ അസിലോമാ, നിയുതൈരസിലോമാ. ഷഡ്ഭിർബാഷ്കളോ ഷഡ്ഭിഃ ബാഷ്കളോ. ഗജവാജിസഹസ്രൗഖൈഃ അനേകൈഃ, ഗജവാജിസഹസ്രൗഖൈരനേകൈഃ. ഔകം കൂട്ടമാണ്, ആയിരക്കണക്കിന് ആനകളും കുതിരകളും എന്നർത്ഥം. തസ്മിന്നയുധ്യത. ഇത്രയാണ് പിരിച്ചു പറയേണ്ടത്. ഇനി പുതിയ പുസ്തകത്തിലെ വായിച്ചിട്ട് അർത്ഥം നോക്കാം. ക്ഷോഭിതാശേഷപാതാളാം ധനുർജ്യാനിസ്വനേന താം. അതായത് ക്ഷോഭിതയായ പാതാളം, അശേഷ പാതാളം മുഴുവൻ ക്ഷോഭിച്ചു ഈ ദേവിയുടെ ആ ശബ്ദം കേട്ടിട്ട്. ധനുഹു ജാ നിസ്വനേനത, നിസ്വനം എന്ന് പറഞ്ഞ ശബ്ദം, ധനു എന്ന് പറഞ്ഞ വില്ല്, ജ്യാ എന്ന് പറഞ്ഞ വില്ലിൻ്റെ ഞാണ്. അപ്പോൾ ആ വില്ലിൻ്റെ ഞാണിൻ്റെ ഒച്ച കേട്ടപ്പോൾ പാതാളം മുഴുവനും ക്ഷോഭിച്ചു. ആ ദേവിയെ എങ്ങനെയാണ് ആ അസുരൻ ദദർശ എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ. ദദർശ തതോ ദേവീം വ്യാപ്ത ലോകത്രയാം തുഷ
ആ കാന്തി കൊണ്ട്, ദേവിയുടെ ആ കാന്തി കൊണ്ട് എല്ലാ ലോകവും വ്യാപിച്ചിരിക്കുന്ന സൗന്ദര്യം ഉള്ള ആ ദേവിയെ കണ്ടു. പിന്നെ പറഞ്ഞു പാതാക്രാന്തിയാന്ന് അധഭുവം, ആ ഭൂമിയെ പിളർന്നുകൊണ്ട് ദേവി ഒരു കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ഭൂമി താഴോട്ട് പോകുന്ന പോലെ തോന്നി. കൂടാതെ കിരീടങ്ങൾ എങ്ങനെ ആകാശത്തെ പിളർന്നുകൊണ്ട് കിരീടം മുകളിലേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള ദേവിയാണ് കണ്ടത്. അപ്പം ദേവി ആ വില്ലെടുത്ത് അതിൻ്റെ ഞാണിൻ്റെ ഒരു ശബ്ദം കേട്ടപ്പം, ശബ്ദം ഉണ്ടാക്കിയപ്പം പാതാളം മുഴുവനും ക്ഷോഭിച്ചു. പിന്നെ പറയുന്നു ദിശോ ഭുജസഹസ്രേണ സമന്താൽ വ്യാപ്യ സംസ്ഥിതാം എന്ന്. ദിശ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ. അപ്പം ധനു എന്ന് പറഞ്ഞാൽ വില്ല്, എന്ന് പറഞ്ഞാൽ ഞാണ്, നിസ്വനം ശബ്ദം, താം എന്ന് പറഞ്ഞാൽ അവളെ, ദിശ എന്ന് പറഞ്ഞാൽ ദിക്ക്, ഭുജം കയ്യ്, സഹസ്രം 1000, സമന്താത് എന്ന് പറഞ്ഞാൽ ആസമന്താത് നന്നായിട്ട്, നല്ലതുപോലെ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന, സംസ്ഥിതാം അങ്ങനെ സ്ഥിതി ചെയ്യുന്ന, താം അവളെ, സാദദർശ എന്നെടുക്കണം. അപ്പം ആ ഞാണൊലി, ദേവിയുടെ ഒരു ഞാണൊലി കേട്ടപ്പോൾ തന്നെ പാതാളം മുഴുവനും ക്ഷോഭിച്ചു. പിന്നെ 1000കണക്കിന് കൈകൾ എല്ലാ ദിക്കിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ആ ദേവിയെ സാദദർശ അവൻ കണ്ടു. ക്ഷോഭിതാശേഷപാതാളാം ധനുർജ്യാനിസ്വനേന താം ദിശോ ഭുജസഹസ്രേണ സമന്താൽ വ്യാപ്യ സംസ്ഥിതാം. അതായത് പറയുമ്പോൾ നമുക്ക് തസ്യാനാദേന ഘോരേണ കൃഷ്ണമാപൂരിത നഭസ് മുഴുവനും വിറച്ചു. പിന്നെ അതാ ദേവി ഒരു ശബ്ദം ഉണ്ടാക്കിയപ്പോൾ. അടുത്തത് ആ കർണകഠോരമായ മാറ്റൊലി കൊണ്ട് ആ പ്രതിധ്വനി ഉണ്ടായി. ലോകം മുഴുവനും മാറ്റൊലിക്കൊണ്ടു എന്നർത്ഥം. ഇനി അടുത്ത ഇതാണ് ക്ഷോഭിത അശേഷപാതാളാം ധനുർജ്യാ നിസ്വനേനച്ച. അതായത് ആ മഹിഷാസുരൻ ദേവിയെ കണ്ട സ്വരൂപമാണ് ഈ വിവരിക്കുന്നത്. 3 ലോകത്തും ശോഭ കൊണ്ട് വ്യാപിച്ചിരുന്നു. ഭൂമിയിൽ ചവിട്ടിയിരുന്ന ആ കാലുകൾ കൊണ്ട് ഭൂമി താഴ്ത്തപ്പെട്ടിരുന്നു. ഭൂമി ഒന്ന് ചവിട്ടിയപ്പോൾ താഴ്ന്നിരുന്നു. അവിടം വരെയാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് ദേവിയുടെ മുടിയുടെ അഗ്രം കൊണ്ട് ആകാശമാർഗത്തിൽ വരകളിട്ടതുപോലെ ശോഭിച്ചിരുന്നു. ഇനി വില്ലിൻ്റെ ചെറുഞാണൊലി കൊണ്ട് തന്നെ, ദേവിയുടെ കയ്യിലൊരു വില്ലുണ്ട്, ആ വില്ലിൻ്റെ ഞാണ് അതിൻ്റെ ശബ്ദം കൊണ്ട്, ഞാണൊലി ശബ്ദം, ചെറുഞാണൊലി എന്ന് പറയാം, ചെറിയതായ ഒരു ശബ്ദമുണ്ടായപ്പോൾ ആ ശബ്ദം കൊണ്ട് തന്നെ പാതാളാദി ലോകങ്ങളെ, പാതാളം മുതലായ ലോകങ്ങളെ ശബ്ദായമാനമാക്കിയിരുന്നു. ആ ശബ്ദം കൊണ്ട് ആ പാതാള ലോകമെല്ലാം ക്ഷോഭിച്ചു എന്ന് പറഞ്ഞു. 1000 കൈകളുള്ള, എല്ലാ ദിക്കുകളിലും വ്യാപിച്ചിരിക്കുന്ന 1000കണക്കിന് കൈകളുള്ള സ്വരൂപത്തോടു കൂടിയ ആ ദേവിയെ സാദദർശ, അങ്ങനെ സ്ഥിതി ചെയ്യുന്ന അവളെ ആ മഹിഷാസുരൻ കണ്ടു. ക്ഷോഭിതാശേഷപാതാളാം ധനുർജ്യാനിസ്വനേന താം ദിശോ ഭുജസഹസ്രേണ സമന്താവ്യാപ്യ സംസ്ഥിതാം. അടുത്ത ശ്ലോകം. തത പ്രവവൃതേ യുദ്ധം തയാ ദേവ്യാ സുരദ്വിഷാം ശസ്ത്രാസ്ത്രൈർബഹുതാ മുക്തൈഃ ആദീപിത ദിഗന്ധരം.
മുക്തൈരാദീപിത ദിഗന്ധരം എന്ന് ഒന്നിച്ചെഴുതിയിട്ടുണ്ടാവും പഴയ പുസ്തകത്തിൽ. തതഹ തതഹ അനന്തരം പ്രവവൃതേ എന്ന് പറഞ്ഞാൽ പ്രവൃത്തമായി യുദ്ധം തയാ ദേവ്യ ആ ദേവിയുമായിട്ട് സുരദ്വിഷ, സുരന്മാർ ദേവന്മാരാണ്, ദ്വിഷന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ശത്രുക്കൾ, വിദ്വേഷികൾ. അപ്പോൾ അതാരാ? അസുരന്മാർ. അപ്പോൾ സുരദ്വിഷന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാർ. ശസ്ത്ര അസ്ത്രൈർ എന്ന് പറഞ്ഞാൽ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളെയും കൊണ്ട് ബഹുത എന്ന് പറഞ്ഞാൽ ധാരാളം, മുക്തൈഹി അവർ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ഒക്കെ കൊണ്ട് യുദ്ധത്തിനായി തയ്യാറായി. അപ്പോൾ അവിടെ ആദീപിത ദിഗന്ധരം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആയുധങ്ങളുടെയൊക്കെ തിളക്കങ്ങൾ കൊണ്ട് ദിക്കുകളെല്ലാം പ്രകാശിച്ചു എന്നർത്ഥം. അപ്പം കയ്യിൽ വച്ച് പ്രയോഗിക്കുന്നത് ശസ്ത്രവും കയ്യിൽ നിന്ന് വിക്ഷേപണം ചെയ്യുന്നത്, കയ്യിൽ നിന്ന് വിട്ട്, അതായത് അമ്പ് മുതലായ ആയുധം അത് കയ്യിൽ നിന്ന് വിക്ഷേപണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് കയ്യിൽ വെച്ച് ചെയ്യുന്നത് ശസ്ത്രവും കയ്യിൽ നിന്ന് വിക്ഷേപണം ചെയ്യുന്നത് അസ്ത്രവും. അതാണ് ശസ്ത്രവും അസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ശസ്ത്രങ്ങളാലും അസ്ത്രങ്ങളാലും, ശസ്ത്ര അസ്ത്രൈഹി എന്നാണ് പറഞ്ഞത്. അപ്പോൾ കയ്യിൽ വെച്ച് ചെയ്യുന്ന ആയുധവും കയ്യിൽ നിന്ന് വിക്ഷേപണം ചെയ്യുന്ന ആയുധങ്ങളും കൂടാതെ മറ്റനേകം ആയുധങ്ങളും ആയിട്ട് യുദ്ധം ചെയ്യാനായി അവർ വന്നു. ആ ദിഗന്ധരത്തെ മുഴുവൻ പ്രകാശമാനമാക്കി, പ്രകാശിപ്പിച്ചു. അപ്പം അനന്തരം അസുരന്മാർ ആ ദേവിയോട് യുദ്ധം ചെയ്തു. പല പ്രകാരത്തിൽ പ്രയോഗിക്കപ്പെട്ട അസ്ത്രങ്ങൾ കൊണ്ട് ദിക്കുകൾ പ്രകാശിച്ചു. തതപ്രവവൃതേ യുദ്ധം തയാ ദേവ്യാ സുരദ്വിഷാം ശസ്ത്രാസ്ത്രൈർബഹുധാ മുക്തൈഹി ആദീപിത ദിഗന്ധരം. അടുത്ത ശ്ലോകം. മഹിഷാസുരസേനാനീഹി ചിക്ഷുരാഖ്യോ മഹാസുരഃ യുയുധേ ചാമരശ്ചാന്യൈ ചതുരംഗബലാന്വിതഃ. മഹിഷാസുരസേനാനി, മഹിഷാസുരൻ്റെ സേനാനിയായ മഹാസുരഃ ചിക്ഷുരാഖ്യം, ചിക്ഷുരൻ എന്നു പേരുള്ള, ആഖ്യം പേരാണ്, നാമം എന്നൊക്കെ അർത്ഥം. അപ്പം ചിക്ഷുരൻ എന്നു പേരുള്ള ഒരു മഹാസുരൻ, മഹിഷാസുരൻ്റെ സേനാനിയായവൻ യുയുധേ യുദ്ധം ചെയ്തു. ചാമരശ്ച അന്യൈഹി, ചാമരൻ എന്നു പേരുള്ള അന്യൻ മറ്റൊരു അസുരൻ, മറ്റൊരു മഹാസുരൻ ചതുരംഗബലാന്വിത, ചതുരംഗ സൈന്യത്തോടു കൂടി വന്നു. ഇവിടെ ബലം എന്ന് പറഞ്ഞത് അന്വിത, ബലത്തോടുകൂടി. ഇവിടെ ബലം ശക്തിയല്ല, സൈന്യമാണ്. അപ്പം ചിക്ഷുരൻ എന്നു പേരുള്ള ഒരു സേനാനിയായ ഒരു മഹാസുരനും കൂടാതെ ചാമരൻ എന്നു പേരായ മറ്റൊരു മഹാസുരനും ചതുരംഗപ്പടയോടുകൂടി യുദ്ധത്തിന് വന്നു. ചതുരംഗപ്പട, ചതുഹു എന്ന് പറഞ്ഞാൽ 4 അംഗം എന്ന് പറഞ്ഞാൽ അവയവമാണ്. പക്ഷേ ചതുരംഗം എന്ന് പറയുമ്പോൾ 4 അംഗപ്പട, 4 അംഗ സൈന്യം. അതാണ് ചതുരംഗബലം, ചതുരംഗപ്പട എന്ന് പറയും മലയാളത്തിൽ. അത് ഏതൊക്കെ ഈ 4 ആന, കുതിര, കാലാള്, തേര്. ഇതാണ് 4 ആളുകൾ. കാലാൾപ്പട, കുതിരപ്പട, ആനപ്പട, തേർപ്പട. ഇതെല്ലാം കൂടെ കൂടി 4 അംഗ സൈന്യം. ഇങ്ങനെ 4 അംഗ സൈന്യങ്ങളുമായി ചാമരൻ എന്ന് പറയുന്ന മഹാസുരനായ മഹിഷാസുരൻ്റെ സേനാനിയും ദേവിയോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നു. മഹിഷാസുരസേനാനീഹി ചിക്ഷുരാഖ്യോ മഹാസുരഃ യുയുധേ ചാമരശ്ചാന്യൈഹി ചതുരംഗബലാന്വിതഃ.
മഹിഷാസുരൻ്റെ സേനാനായകനായ ചിക്ഷുരൻ എന്ന പ്രസിദ്ധനായ അസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു. ചതുരംഗപ്പടകളോടുകൂടിയ ചാമരൻ എന്ന മറ്റൊരസുരനും ദേവിയോട് യുദ്ധം ചെയ്തു. ഇനി അടുത്ത ശ്ലോകം. രഥാനാം അയുതൈ ഷഡ്ഭിഃ ഉദഗ്രാഹ്യോ മഹാസുരഃ അയുധ്യതായുതാനാം ച സഹസ്രേണ മഹാഹനുഃ. രഥാനാം അയുതൈഃ, അയുതം എന്ന് പറഞ്ഞാൽ 10,000. അപ്പം രഥാനാം അയുതം എന്ന് പറഞ്ഞാലോ 10,000 രഥങ്ങൾ. ഷഡ്ഭിഃ, ഷഡ്ഭി എന്ന് പറഞ്ഞാൽ 6. അപ്പം 6ഉം 10,000, 6 × 10,000 60,000 എന്നർത്ഥം. അപ്പം 60,000 രഥങ്ങളുമായി ഉദഗ്രാഹ്യൻ എന്നു പേരുള്ള മഹാസുരനും പിന്നെ അയുതാനാം സഹസ്രേണ, സഹസ്രം 1000, 10,000 × 1000 അത്രയും പടകളോടുകൂടി മഹാഹനു എന്നു പേരായ മഹാസുരനും അയുധ്യത എന്ന് പറഞ്ഞാൽ യുദ്ധത്തെ ചെയ്തു. പാസ്റ്റ് ടെൻസാണ്, യുദ്ധം ചെയ്തു എന്ന് പറയുന്നത്. അപ്പം 10,000 × 6 60,000 രഥപ്പടയോടും പിന്നെ രഥങ്ങളുടെ പടയോടുകൂടി ഉദഗ്രാഹ്യൻ എന്ന പേരുള്ള മഹാസുരനും മഹാഹനു എന്നു പേരുള്ള മഹാസുരൻ 10,000 × 1000 സഹസ്രം. അപ്പം സഹസ്രം 1000 അയുതാനാം. അപ്പോൾ അയുധ്യതായുതാനാം എന്നുണ്ട് അവിടെ. അത് അയുധ്യത എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു. അയുതാനാം, അയുധം 10,000. അപ്പം 10,000 × 1000 പടകളോടുകൂടി മഹാഹനുവും ദേവിയോട് യുദ്ധം ചെയ്തു. രഥാനാമയുതൈ ഷഡ്ഭിഃ ഉദഗ്രാഹ്യോ മഹാസുരഃ അയുധ്യതായുതാനാം ച സഹസ്രേണ മഹാഹനുഃ. അപ്പം ഉദഗ്രൻ എന്നു പേരുള്ള അസുരൻ 60,000 തേർപ്പടയാളികളോടുകൂടി വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു. അതുപോലെ മഹാഹനു എന്ന അസുരൻ 1000 × 10,000 കണക്കിനുള്ള തേർപ്പടകളോടുകൂടി വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു. ഇനി അടുത്തതിൽ പഞ്ചാശദ്ഭിശ്ച നിയുതൈഃ അസിലോമാ മഹാസുരഃ അയുതാനാം ശതൈ ഷഡ്ഭിഃ ബാഷ്കളോ യുയുധേരണേ. 50 എന്ന് പറഞ്ഞാൽ പഞ്ച് എന്ന് പറഞ്ഞാൽ 5, 50 എന്ന് പറഞ്ഞാൽ ദശം, അതാണ്. അപ്പം 50 എന്ന് പറഞ്ഞാൽ 50 എന്നർത്ഥം. 50ഉം നിയുതൈഃ, നിയുതം എന്ന് പറഞ്ഞാൽ 1,00,000. അപ്പോൾ 1,00,000 × 50 എത്രയാണോ അത്രയും പടകളോടുകൂടി ആര് വന്നു? അസിലോമൻ എന്ന മഹാസുരൻ വന്നു. അസിലോമൻ, അസി എന്ന് പറഞ്ഞാൽ വാളാണ്, ലോമൻ എന്ന് പറഞ്ഞാൽ രോമം. അപ്പം വാള് പോലെ മൂർച്ചയുള്ള രോമങ്ങളോട് കൂടിയവൻ എന്നാണ് അവൻ്റെ പേര് തന്നെ, അസിലോമൻ എന്ന്. അങ്ങനെയുള്ള ആ മഹാസുരൻ 50 × 50 ലക്ഷം, 50 ലക്ഷം പടകളോടുകൂടി വന്നു. അയുതാനാം ശതൈ ഷഡ്ഭിഃ, അയുധം 10,000 × 100, ശതം × 6. അപ്പോൾ 6 × 100 600, അയുധം 10,000. അപ്പോൾ 10,600 പടകളുമായിട്ട് ബാഷ്കളോ യുയുധേരണേ, ആ രണത്തിൽ, ആ യുദ്ധത്തിൽ ബാഷ്കളൻ എന്നു പേരുള്ള അസുരനും യുദ്ധം ചെയ്തു. അപ്പോൾ ദേവിയുടെ കൂടെ 50 ലക്ഷം നിയുതം
ലക്ഷമാണ്. അപ്പം 50 ലക്ഷം പടകളോടുകൂടി അസിലോമൻ എന്ന മഹാസുരനും അയുധം ഇൻറ്റു ശതൈ ഇൻറ്റു ഷഡ്, അപ്പോൾ 600 10,000, അത് 600 ഇൻറ്റു 10,000 60,000 കൂടുതൽ അല്ലേ. 6 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 600, ആയുധം 10,000, 10,000 10,600ഓളം. ഇതിങ്ങനെ കണക്ക് ശരിക്കും ഇതല്ല. അപ്പോൾ ആയുധം എന്ന് പറഞ്ഞാൽ 10,000ആണ്, ശതം എന്ന് പറഞ്ഞാൽ 100ആണ്, ഷഡ് എന്ന് പറഞ്ഞാൽ 6ആണ്. അപ്പോൾ ശതം ഇൻറ്റു 6 100 ഇൻറ്റു 6ആണ്. അതിൻ്റെ കൂടെ ഇൻറ്റു 10,000 ചേർത്തിട്ട് അത്രയും പടകളുമായിട്ട് വന്ന് ബാഷ്കളൻ എന്നു പേരുള്ള അസുരൻ യുദ്ധം ചെയ്തു. പഞ്ചാശൽഭിശ്ച നിയുതൈഹി അസിലോമാ മഹാസുരഃ അയുതാനാം ശതൈ ഷഡ്ഭിഹി ബാഷ്കളോ യുയുതേരണേ. ബാഷ്കളനും യുദ്ധം ചെയ്തു. രണേ എന്ന് പറഞ്ഞാൽ രണത്തിൽ, യുദ്ധത്തിൽ. യുയുധേ സതീസപ്തമിയാണ്. ബാഷ്കളനും രണത്തിൽ യുയുധേ യുദ്ധം ചെയ്തു, ആ യുദ്ധത്തിൽ യുദ്ധം ചെയ്തു എന്നർത്ഥം. അടുത്ത ശ്ലോകം ഗജവാജി സഹസ്രൗഖൈഹി. ഇത് പഞ്ചാശർഭിശ്ച നിയുതൈഹി അസിലോമാ മഹാസുരഃ, അതിൻ്റെ മഹാസുരഃ അയുതാനാം ശതൈ ഷഡ്ഭിർ ബാഷ്കളോ യുയുധേരണേ. 50 100,000 പടയോടുകൂടി വന്ന് അസിലോമ എന്ന മഹാസുരനും 600 10,000 പടകയോട് വന്ന് ബാഷ്കളൻ എന്ന അസുരനും ദേവിയെ തോൽപ്പിക്കാനായി യുദ്ധം ചെയ്തു എന്നർത്ഥം. അടുത്തത് ഗജവാജി സഹസ്രൗഖൈഹി അനേകൈ പരിവാരിതഃ വൃതോ രഥാനാം കോട്യാ ച യുദ്ധേ തസ്മിന്നയുധ്യത. ഗജം ആനയാണ്, വാജി കുതിരയാണ്, സഹസ്രം 1000ആണ്. അപ്പം ഔഖം എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പോൾ 1000കണക്കിന് ആനകളും കുതിരകളുടെയും കൂട്ടങ്ങളുമായി അനേകൈഹി അനേകം അസംഖ്യം പരിവാരിത പരിവാരങ്ങളുമായി പരിവാരങ്ങളോട് ചുറ്റപ്പെട്ട വൃതോ രഥാനാം കോട്യാച. അപ്പം കോടിക്കണക്കിന് സൈന്യങ്ങളുമായി വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു. യുദ്ധേ തസ്മിൻ അയുധ്യത, ആ യുദ്ധത്തിൽ പങ്കുചേർന്നു. അപ്പം ഗജവാജി സഹസ്രൗഖൈ, ആന കുതിര തുടങ്ങിയ അവയുടെ കൂട്ടം 1000കണക്കിന് കൂട്ടങ്ങളുമായി, കൂടാതെ അസംഖ്യം പരിവാരങ്ങളുമായി രഥങ്ങളും കോടിക്കണക്കിന് രഥങ്ങളോടും കൂടി ആ യുദ്ധത്തിൽ പങ്കുചേർന്നു. അപ്പം ദേവിയോട് യുദ്ധം ചെയ്യാനായിട്ട് എല്ലാവരും വന്നു. ഗജവാജി സഹസ്രൗഖൈ അനേകൈ പരിവാരിതഃ വൃതോ രഥാനാം കോട്യാച. കോട്യ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന്. യുദ്ധേ തസ്മിന്നയുധ്യതാം. ഇവിടെ ഉഗ്രദർശനൻ എന്ന അസുരൻ അനേകായിരം, ഉഗ്രദർശനൻ എന്നിവിടെ പേര് പറഞ്ഞിട്ടില്ല. ഗജവാജി സഹസ്രൗഖൈഹി അനേകൈ പരിവാരിതഃ വൃതോ രഥാനാം കോട്യാച യുദ്ധേ തസ്മിൻ അയുധ്യത എന്നേ ഉള്ളൂ. അപ്പം ആ ഉദഗ്രൻ എന്ന ഉദഗ്രാഖ്യൻ, അത് അടുത്ത ഇതിലാണ് വരുന്നതെന്ന് തോന്നുന്നു. അടുത്ത ഇതിൽ വരുമായിരിക്കും. അല്ലെങ്കിൽ ഉദഗ്രാഖ്യനൊരു ഉണ്ടല്ലോ 41ാമത്തെ ശ്ലോകത്തിൽ, ആ ഉദഗ്രാഖ്യൻ തന്നെയായി ആണ്. അല്ലെങ്കിൽ വേറൊരു ഉദഗ്രാഖ്യൻ. അസുരൻ അനേകായിരം ആനപ്പട, കുതിരപ്പട, 1 കോടി തേർപ്പട എന്നിവയുടെ ചേർന്ന് യുദ്ധം ചെയ്തു. അപ്പം 41ാമത്തെ ശ്ലോകത്തിൽ രഥാനാമയുധേ ഷഡ്ഭി ഉദഗ്രാഖ്യോ മഹാസുര എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂടെ ആ ഉദഗ്രാഖ്യൻ ആനകളെയും കുതിരകളെയും ഒക്കെ കൊണ്ട് ആയിരക്കണക്കിന് രഥങ്ങളും ആനകളും കുതിരകളും ഒക്കെ ആയിട്ട് യുദ്ധത്തിന് വന്നു എന്നർത്ഥം. അപ്പോൾ ഇത് മുഴുവനൊന്ന് വായിച്ചിട്ട് ഒന്നുകൂടെ അർത്ഥം പറയാം.
ക്ഷോഭിതാശേഷപാതാളാം ധനുർജ്യാനിസ്വനേന ച ദിശോ ഭുജസഹസ്രേണ സമന്താൽ വാപ്യ സംസ്ഥിതാം. അതായത് വില്ലിൻ്റെ ചെറുഞാണൊലി കൊണ്ട് തന്നെ പാതാളാദി ലോകങ്ങളെ ശബ്ദായമാനമാക്കി 1000 കൈകളുള്ള എല്ലാ ദിക്കുകളിലും വ്യാപിച്ചിരിക്കുന്ന സ്വരൂപത്തോടുകൂടി ആ ഭഗവതിയെ മഹിഷാസുരൻ കണ്ടു. സാ ദദർശ എന്ന്. തതപ്രവവൃതേ യുദ്ധം തയാ ദേവ്യാസുരദ്വേഷാൻ ശസ്ത്രാശ്രയബഹുധാ മുക്തൈർ ആദീപിതദിഗന്ധരം. അനന്തരം അസുരന്മാർ ആ ദേവിയോട് യുദ്ധം ചെയ്തു. പല പ്രകാരത്തിൽ പ്രയോഗിക്കപ്പെട്ട അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും കൊണ്ട് ദിക്കുകൾ പ്രകാശിച്ചു. മഹിഷാസുരസേനാനി ചിക്ഷുരാഖ്യോ മഹാസുര യുയുധേ ചാമരശ്ചാന്യ ചതുരംഗബലാന്വിതഃ. മഹിഷാസുരൻ്റെ സേനാനായകനായ ചിക്ഷുരൻ എന്ന പ്രസിദ്ധനായ അസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു. ചതുരംഗപ്പടകളോടുകൂടിയ ചാമരൻ എന്ന മറ്റൊരസുരനും ദേവിയോട് യുദ്ധം ചെയ്തു. രഥാനാമയുധൈ ഷഡ്ഭിരുദഗ്രാഖ്യോ മഹാസുരഃ അയുധ്യതായുതാനാം ച സഹസ്രേണ മഹാഹനുഃ. ഉദഗ്രൻ എന്ന് പ്രസിദ്ധനായ മഹാസുരൻ 60,000 തേർ പടയാളികളോട് കൂടി വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു. അതുപോലെ മഹാഹനു എന്ന് മറ്റൊരസുരൻ 1000-10,000 കണക്കിനുള്ള തേർപ്പടകളോടുകൂടി വന്ന് ദേവിയോട് യുദ്ധം ചെയ്തു. പഞ്ചാശദ്ഭിശ്ച നിയുധൈരസിലോ മഹാസുരഃ അയുതാനാം ശതൈ ഷഡ്ഭിർ ബാഷ്കളോ യുയുധേരണേ. 50,100,000 പടയോടുകൂടി വന്ന അസിലോമൻ എന്ന മഹാസുരനും 600,10,000 പടയോടുകൂടി വന്ന് ബാഷ്കളൻ എന്ന അസുരനും ദേവിയെ തോൽപ്പിക്കാനായി യുദ്ധം ചെയ്തു. ഗജവാജി സഹസ്രൗഖൈരനേകൈരുഗ്രദർശനഃ വൃതോ രഥാനാം കോട്യാച യുദ്ധേ തസ്മിന്നയുധ്യത. ഇവിടെ പാഠഭേദമുണ്ട്, ചിലതൊക്കെ ഇതിലുണ്ട്, ചിലത് കുറവാണ്. അപ്പം അനേകം 1000 ആനപ്പട, കുതിരപ്പട, ഒരു കോടി തേർപ്പട, തേരുകളോടുകൂടിയ പടകളോടുകൂടി ചേർന്ന് വന്ന് യുദ്ധം ചെയ്തു. ഉഗ്രദർശനൻ എന്ന അത് പല പുസ്തകങ്ങളിലും പലതാണ്. ആരാണെങ്കിലും എല്ലാം ആ മഹിഷാസുരൻ്റെ സൈന്യങ്ങളാണ്, സേനാനിമാരും അവരുടെ സൈന്യങ്ങളും. അപ്പോൾ ഇത്രയും ഭാഗം ഒന്നും കൂടി വായിക്കാം. ക്ഷോഭിതാശേഷപാതാളാം ധനുർജ്യാനിസ്വനേന താം ദിശോ ഭുജസഹസ്രേണ സമന്താൽ വ്യാപ്യ സംസ്ഥിതാം. തതപ്രവവൃതേ യുദ്ധം തയാ ദേവ്യാസുരദ്വിഷാം ശസ്ത്രാസ്ത്രൈർബഹുധാ മുക്തൈഃ ആദീപിതദിഗന്ധരം. മഹിഷാസുരസേനാനീഃ ചിക്ഷുരാഖ്യോ മഹാസുരഃ യുയുധേ ചാമരശ്ചാന്യൈ ചതുരംഗബലാന്വിതഃ. രഥാനാമയുധൈ ഷഡ്ഭിഃ ഉദഗ്രാഖ്യോ മഹാസുരഃ അയുധ്യതായുതാനാം ച സഹസ്രേണ മഹാഹനുഃ. പഞ്ചാശൽഭിശ്ച നിയുതൈഃ അസിലോമാ മഹാസുരഃ അയുതാനാം ശതൈ ഷഡ്ഭിഃ ബാഷ്കളോ യുയുധേരണേ. ഗജവാജി സഹസ്രൗഖൈ അനേകൈ പരിവാരിതഃ വൃതോ രഥാനാം കോട്യാ ച യുദ്ധേ തസ്മിന്നയുധ്യതാം. ഹരി ഓം. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അമ്മേ നാരായണ. ഹരി ഓം.